വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽസ് റെസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നതിനെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, ക്ലാസ് കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ബിൽസ് റെസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഇവ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബില്ല് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നമുക്കറിയാം, ബിസിനസ്സിന് കടമായിട്ടുള്ള കൈമാറ്റങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, അഥവാ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും. സാധാരണ നമുക്കറിയാം, എഴുതി തയ്യാറാക്കപ്പെട്ട പ്രമാണങ്ങളുടെ ഉറപ്പിന്മേലാണ് സാധാരണയായിട്ട് കടം അനുവദിക്കാറുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരം പ്രമാണങ്ങളാണ് പ്രധാനമായിട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പ്രോമിസറി നോട്ട്സ്, ചെക്ക് തുടങ്ങിയവ. ഇതിനെല്ലാം പറയുന്ന പേരാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക, അഥവാ കൈമാറ്റ പ്രമാണത്തിൽപ്പെട്ട ഒന്നാണ് ബില്ല് എന്ന് പറഞ്ഞാൽ. സോ എന്താണ് ബില്ല് എന്നുള്ളത് നമുക്ക് നോക്കാം. എ റിട്ടൺ പ്രൂഫ് ഓർ ഡോക്യുമെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അക്നോളജ് ദ എമൗണ്ട് പേയബിൾ ഓർ റെസീവബിൾ. ദിസ് ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചില സമയത്ത് സാധനങ്ങൾ കടമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ കടമായി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത വസ്തുക്കളുടെ വില വരും ദിവസങ്ങളിൽ, ഭാവിയിൽ പിന്നീട് തരാം എന്നാണ് നമ്മൾ പറയാം. ഇങ്ങനെ കടമായി നടന്ന ഇടപാടിൻ്റെ വില ഭാവിയിൽ തരുന്നതാണെന്ന് അറിയിച്ചു കൊണ്ടുള്ളൊരു പ്രമാണം എഴുതി കൊടുക്കാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് മനസ്സിലായിട്ടാണ് പ്രതീക്ഷിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബിൽസ് റെസീവബിളും ബിൽസ് പേയബിളും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. മനസ്സിലാക്കേണ്ടത്, ബിൽസ് റെസീവബിൾ, ബിൽസ് പേയബിൾ എങ്ങനെ രണ്ട് രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ്, പ്രമാണങ്ങളില്ല. ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ബില്ല് രണ്ട് വ്യക്തികളിലൂടെ, രണ്ട് പാർട്ടികളിലൂടെ അറിയപ്പെടുമ്പോഴാണ് ഇത് ബിൽസ് റെസീവബിളും ബിൽസ് പേയബിളും ആകുന്നത്. ഈ ബില്ല് പ്രകാരം ആർക്കാണോ ക്യാഷ് കിട്ടാനുള്ളത് അവർ അതിനെ വിളിക്കുന്ന പേരാണ് ബിൽസ് റെസീവബിൾ. ഈ ബില്ല് പ്രകാരം ആരാണോ ക്യാഷ് കൊടുക്കാനുള്ളത് അവരിതിനെ വിളിക്കുന്ന പേരാണ് ബിൽസ് പേയബിൾ. ബിൽസ് റെസീവബിൾ ഒരു അസറ്റാണ്, ബിൽസ് പേയബിൾ ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ എന്താണ് ബില്ല്, എങ്ങനെയാണ് ബിൽസ് റെസീവബിളും ബിൽസ് പേയബിളും വരുന്നത് എന്ന് മനസ്സിലായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ബിൽസ് റെസീവബിൾ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നതിലേക്ക് പോവാം. അസർട്ടൈൻമെൻറ്റ് ഓഫ് ബിൽസ് റെസീവബിൾ. ബിൽസ് റെസീവബിൾ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ബിൽസ് റെസീവബിളും അതുപോലെ തന്നെ ക്ലോസിംഗ് ബിൽസ് റെസീവബിളും അതുപോലെ തന്നെ ബിൽസ് റെസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എല്ലാം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ബിൽസ് റെസീവബിൾ ഒരു അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കൂ, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം, ബിൽസ് റെസീവബിൾ കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ബിൽസ് റെസീവബിൾ കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിൽ നോക്കൂ, സൺട്രി ഡെപ്റ്റേഴ്സ് അഥവാ ബിൽസ് റെസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ആ ഒരു വർഷം അല്ലെങ്കിൽ പ്രസ്തുത ഇയറിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ബിൽസ് റെസീവബിൾ ആണിത്. ബിൽസ് റെസീവബിൾ ലഭിക്കുമ്പോൾ നമുക്കറിയാം, ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഡെപ്റ്റേഴ്സ് എന്നായിരിക്കും ജേണൽ എൻട്രി. സോ ബിൽസ് റെസീവബിൾ അക്കൗണ്ടിൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നാണ് കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ നോക്കൂ, ക്യാഷ് അഥവാ ബിൽസ് റെസീവബിൾ പ്രകാരം നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ എന്നായിരിക്കും ജേണൽ എൻട്രി വരിക. അതുകൊണ്ട് തന്നെ ബിൽസ് റെസീവബിളിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് വരും. അടുത്ത് നോക്കൂ, സൺട്രി ഡെപ്റ്റേഴ്സ് ബ്രാക്കറ്റിൽ ബിൽസ് റെസീവബിൾ ഡിസ്ഹോണേഡ് അഥവാ ബില്ല് പ്രകാരം കിട്ടാനുള്ള ക്യാഷ് നമുക്ക് കിട്ടാതെ വന്നു. സോ ആ ബില്ല് മടങ്ങി. അപ്പോൾ എന്താണോ ബില്ല് ലഭിക്കുമ്പോൾ നമുക്ക് ജേണൽ എൻട്രി വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബിൽ റെസീവബിൾ ഡിസോണർ ആകുമ്പോൾ. സോ ബിൽസ് റെസീവബിൾ ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക, സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ. കാരണം ഡെപ്റ്റേഴ്സ് തരാനുള്ള ക്യാഷ് ഇനിയും നമുക്ക് കിട്ടാനുണ്ട് എന്നാണത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽസ് റെസീവബിളിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നാണ് വരിക. അടുത്ത് നോക്കൂ, സൺട്രി ക്രെഡിറ്റേഴ്സ്. അതിന് ബ്രാക്കറ്റിൽ ബിൽസ് റെസീവബിൾ എൻഡോസ് ഇടുന്നുണ്ട്. എന്താണ് എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ അയാൾക്ക് ഒപ്പുവെച്ച് കിട്ടിയ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് മറ്റൊരു വ്യക്തിക്ക് അധികാരപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് എൻഡോസ്മെൻ്റ് എന്ന് പറയാം. അഥവാ അധികാരപ്പെടുത്തൽ എന്നാണ് എൻഡോസ്മെൻറ്റിൻ്റെ വാക്കർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എൻഡോസ്മെൻറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എൻഡോസ്മെൻ്റ് എന്നുള്ളത്. വൈ എക്സ് സെഡ് 3 പാർട്ടീസാണ് ഇവിടെ ഉള്ളത്. വൈ എന്നൊരാൾ എക്സിന് 1000 രൂപ കൊടുക്കാനുണ്ട്. അതേ സമയത്ത് തന്നെ എക്സ് 1000 രൂപ സെഡിനും കൊടുക്കാനുണ്ട്. വൈ അത് ബിൽസ് റെസീവബിളായിട്ട് എക്സിന് കൊടുക്കുന്നു. സോ എക്സ്
അദ്ദേഹം 1000 രൂപ സെഡിന് കൊടുക്കാനുണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു ബിൽസ് റെസീവബിൾ സെഡിന് എൻഡോസ് ചെയ്യുകയാണ്, അഥവാ സെഡിന് അധികാരപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സെഡ് എന്നുള്ളത് എക്സിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. കാരണം സെഡിന് അങ്ങോട്ട് 1000 രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവർക്ക് വൈയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ബിൽസ് റെസീവബിൾ നേരെ സെഡിന് കൊടുക്കുകയാണ്. ജേണൽ എൻട്രി വരിക സെഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ എന്നായിരിക്കും. കാരണം സെഡ് എന്ന ലയബിലിറ്റി അവിടെ കുറയുന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു, അതേസമയം ബിൽസ് റെസീവബിൾ എന്ന അസറ്റ് കുറഞ്ഞത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി വരിക ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ. ഈ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ സെഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ. അങ്ങനെയാണ് ഇതിൻ്റെ ബിൽസ് റെസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബിൽസ് റെസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. സാധാരണ രീതിയിൽ തന്നെ ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ എന്താണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു ചോദ്യം നോക്കൂ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ബിൽസ് റെസീവബിൾ ആസ് ഓൺ 31/12/2019. 2019 അവസാന പ്രകാരമുള്ള ബിൽസ് റെസീവബിളിൻ്റെ എമൗണ്ടാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ബിൽസ് റെസീവബിൾ ആസ് ഓൺ 1/1/2019 20,000, അഥവാ ആ വർഷത്തിന് തുടക്കത്തിലുള്ള ബിൽസ് റെസീവബിൾ 20,000 രൂപയുണ്ട്. ബിൽസ് റെസീവബിൾ റെസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ 25,000. ബിൽസ് റെസീവബിൾ ഡിസ്കൗണ്ട് ഫ്രം ദി ബാങ്ക് 5,000. then cash received on account of bills receivable 2,500. bills received dishonored 2,500. bills received endorsed in favor of creditors 3,000. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ നോക്കൂ, ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. നമുക്കറിയാം ബിൽസ് റെസീവബിൾ ഒരു അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 20,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ബിൽസ് റെസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ 25,000. അതെങ്ങനെ നമ്മൾ എഴുതുക? അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. കാരണം അത്രയും ബിൽസ് റെസീവബിൾ നമുക്ക് ലഭിച്ചു, അത് ബിൽസ് റെസീവബിൾ കൂടാൻ കാരണമായിട്ടുള്ളതാണ്. സോ ഡെബിറ്റ് സൈഡിൽ നമ്മൾ അതിന് ജേണൽ എൻട്രി വരിക ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് എന്നായിരിക്കും. സോ സൺഡ്രി ഡെപ്റ്റേഴ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. അടുത്ത് നോക്കൂ, ബിൽസ് റെസീവബിൾ ഡിസ്കൗണ്ട് ഫ്രം ദി ബാങ്കേഴ്സ്, അഥവാ നമ്മൾ കയ്യിലുള്ള ബില്ല് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് അഥവാ ക്യാഷ് ആക്കി മാറ്റി. സോ 5,000 ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അടുത്ത് നോക്കൂ, ക്യാഷ് റെസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബിൽസ് റെസീവബിൾ. ബില്ല് പ്രകാരം കിട്ടാനുള്ളതിൽ നിന്ന് 2,500 രൂപ ക്യാഷ് ആയിട്ട് ലഭിച്ചു. അപ്പോൾ അത്രയും ബില്ല് കുറയും. സോ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2,500 എഴുതും. അടുത്ത് നോക്കൂ, ബിൽസ് റെസീവ്ഡ് ഡിസ്ഹോണേഡ് 2,500. ബില്ല് പ്രകാരം കിട്ടാനുള്ള 2,500 രൂപ ഡിസോണറായി എന്നാണ് അവിടെ പറയുന്നത്. ബിൽസ് റെസീവബിൾ ഡിസോണർ ആയി കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇതിനടുത്ത് നോക്കൂ, ബിൽസ് റെസീവബിൾ എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് ക്രെഡിറ്റേഴ്സ്, അഥവാ നമുക്ക് ലഭിച്ച ബില്ല് നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് അനുകൂലമായിട്ട് എൻഡോസ് ചെയ്തു, അധികാരപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഒരു കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻഡോസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിൽസ് റെസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാം. അങ്ങനെ 3,000 എഴുതി. അപ്പോൾ തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം എഴുതി. ഇതിനൊരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. സോ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ 45,000 എന്ന് കിട്ടും. അവിടെയാണ് കൂടുതൽ. ആ 45,000 നമ്മൾ നേരെ ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ദെൻ അവിടെയുള്ള ബാക്കിയുള്ള തുക കൂട്ടിയിട്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 32,000 എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത് 32,000 ആണ്, അഥവാ ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ക്ലോസിംഗ് ബാലൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ബിൽസ് റെസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബിൽസ് പേയബിൾ അക്കൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അസർട്ടൈൻമെൻറ്റ് ഓഫ് ബിൽസ് പേയബിൾ. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ബിൽസ് പേയബിൾ അക്കൗണ്ടാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബിൽസ് പേയബിളും അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലുള്ള ബിൽസ് പേയബിളും നമുക്ക് കണ്ടെത്താൻ പറ്റും. ബിൽസ് പേയബിൾ നമുക്കറിയാം ഒരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. സോ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള മറ്റു ഐറ്റം നോക്കൂ, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണുള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ BP ഇഷ്യൂഡ് അഥവാ ബിൽസ് പേയബിൾ ആ ഒരു വർഷത്തിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ബിൽസ് പേയബിൾ ആണ്. നമുക്കറിയാം നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടിക്ക് നമ്മൾ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ വരിക ആ ഒരു പാർട്ടി അഥവാ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് ബിൽസ് പേയബിൾ എന്നായിരിക്കും വരിക. സോ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ജനറൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നോക്കൂ, ഡെബിറ്റ് സൈഡിൽ നോക്കൂ. ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ക്യാഷ് ഒന്ന് കാണിക്കുന്നുണ്ട്, അഥവാ ബിൽസ് പേയബിൾ പ്രകാരം നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി വരിക ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. അതുകൊണ്ടാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന്
കാണിക്കുന്നത്. അടുത്ത് നോക്കൂ, സൺട്രി ക്രെഡിറ്റേഴ്സ് അഥവാ ബിൽസ് പേയബിൾ ഡിസ്ഹോണേഡ്. ബിൽസ് പേയബിൾ ഡിസോണറായി നമ്മൾ ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ അഥവാ ആർക്കാണ് കൊടുക്കാനുള്ളത് ആ ഒരു പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ ആയിരിക്കും. അപ്പോൾ അത് ഡിസോണർ ആകുമ്പോൾ നേരെ തിരിച്ചു വരും ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റർ എന്നാണ് കാണിക്കുക. ദെൻ അടുത്ത് വരുന്നത് ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ക്ലോസിംഗ് ബാലൻസ്. ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. നമുക്ക് ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഒരു ചോദ്യം നോക്കൂ. ഫ്രം ദി ഫോളോയിങ് അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ ആസ് ഓൺ 1 ജനുവരി 2019. 2019 തുടക്കത്തിലുള്ള ബിൽസ് പേയബിളാണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഓപ്പണിംഗ് ബിൽസ് പേയബിളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ബിൽസ് പേയബിൾ പെയ്ഡ് 10,000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിങ് ദി ഇയർ 20,000. ബിൽസ് പേയബിൾ ഡിസ്ഹോണേഡ് 4,000. ബിൽസ് പേയബിൾ ആസ് ഓൺ 31/12/2019 20,000. തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് നോക്കൂ, ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിങ് ദി ഇയർ. ഈ ഒരു വർഷം ബിൽസ് പേയബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 20,000 രൂപയാണ്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് നമുക്കറിയാം ബിൽസ് പേയബിൾ അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ ആയിരിക്കും. അതുകൊണ്ട് ബിൽസ് പേയബിളിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ട് 20,000 കാണിക്കും. അടുത്ത് നോക്കും, ബിൽസ് പേയബിൾ പെയ്ഡ് അഥവാ ബിൽസ് പേയബിൾ പ്രകാരമുള്ള തുക 10,000 നമ്മൾ കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി വരിക ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് വരും. 10,000 ആണ് എമൗണ്ട്. അടുത്ത ബിൽസ് പേയബിൾ ഡിസ്ഹോണേഡ്. ബിൽസ് പേയബിൾ ഡിസോണറായി. അപ്പോൾ ബിൽസ് പേയബിൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇഷ്യൂ ചെയ്തപ്പോൾ എന്തായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റാണ് വരിക. സോ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4,000 ഡെബിറ്റ് സൈഡിലാണ് വരിക. അടുത്ത് നോക്കൂ, ബിൽസ് പേയബിൾ ആസ് ഓൺ 31/12/2019 അഥവാ ക്ലോസിംഗ് ഡേറ്റിലുള്ള ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ ലയബിലിറ്റി അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് വരിക. അഥവാ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 20,000. ഇനി നമുക്കിത് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ 34,000 ഉണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 14,000 ആണ് കിട്ടുന്നത്. അഥവാ ക്രെഡിറ്റ് സൈഡിൽ ആകെ 20,000 ആണുള്ളത്. സോ 34,000ഉം 20,000 കമ്പയർ ചെയ്യുമ്പോൾ 14,000 കിട്ടും. ഈ കിട്ടുന്ന 14,000 ആണ് ബാലൻസ് ബ്രോഡ് ഡൗൺ അഥവാ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബിൽസ് പേയബിൾ. നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിരുന്നത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബിൽസ് പേയബിൾ എത്ര എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ കുറിച്ചും ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ കുറിച്ചുമാണ്. കൺവേർഷൻ മെത്തേഡ് പ്രകാരം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷന് ഏറെ സഹായിക്കുന്ന അക്കൗണ്ട്സ് ആണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.